എൻസംബിൾ തിയറി ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ എന്താണ് മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടോട്ടൽ വോളിയം, അതേപോലെ ടോട്ടൽ എനർജി, ഈ ഒരു ആൾക്കാരെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആ സിസ്റ്റത്തിലെ മാക്രോ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇതേപോലെ നമ്മൾ പഠിച്ചു ഒരു മാക്രോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേസ് ഉണ്ട് അല്ലേ. സോ for a given a macro state is characterized by the total number of particles, volume and energy of a particular system, and a macro state can be achieved by or through a large different number of ways, a large distinct number of ways, and this different or distinct number of ways is referred as microstates. All different ways ആണ് നമ്മൾ microstate എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആ മൈക്രോസ്റ്റേറ്റും മാക്രോസ്റ്റേറ്റും പഠിച്ച സമയത്ത് തന്നെ കൂടെ പറഞ്ഞ മറ്റൊരു തിയറം കൂടി ഉണ്ട്, ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി. ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മളൊരു സിസ്റ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോസ്റ്റേറ്റുകൾ ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിലേത് മൈക്രോസ്റ്റേറ്റിലും ആ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞത് ഈക്വൽ ആണ്, അല്ലെങ്കിൽ സെയിം ആണെന്ന് നമ്മൾ പറയും അല്ലേ. സോ ദ സിസ്റ്റം ഈസ് ഹാവിങ് ദ സെയിം പ്രോബബിലിറ്റി ടു ബി ഇൻ എനി വൺ ഓഫ് ദ മൈക്രോസ്റ്റേറ്റ്സ് അല്ലേ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിൽ ഏത് മൈക്രോസ്റ്റേറ്റിൽ പോലും ഏത് മൈക്രോസ്റ്റേറ്റിലും ഈ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് as time passes system continuously switches from microstate to another. കാരണം എന്താണ്, ഈ സിസ്റ്റത്തിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഈ സിസ്റ്റത്തിൽ എന്താണ് പോസിബിൾ ആയിട്ടുള്ളത്, അതിന് എത്രത്തോളം മൈക്രോസ്റ്റേറ്റ് അതിന് ആക്സസ് ചെയ്യാൻ പറ്റുമോ എല്ലാ മൈക്രോസ്റ്റേറ്റിലും ഇതിനെ കാണാനുള്ള പ്രോബബിലിറ്റി തുല്യമാണ് അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ടൈം കൺസിഡർ ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചെറിയ ടൈം പറഞ്ഞാൽ ഈവൻ സെക്കൻഡ്സ് പോലും വരില്ല, മൈക്രോ സെക്കൻഡ്സിൻ്റെയൊക്കെ ടൈം ഇൻ്റർവെലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സമയത്തിൽ ഈ സിസ്റ്റത്തിന് ഇതിന് ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ മൈക്രോസ്റ്റേറ്റുകളിലൂടെയും പാസ് ചെയ്യാൻ കഴിയും. നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു 1 or 2 മൈക്രോ സെക്കൻഡ്സ്, അതിനുള്ളിൽ ആ സിസ്റ്റത്തിന് അതിന് ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ മൈക്രോസ്റ്റേറ്റിലൂടെയും അത് മൂവ് ചെയ്യും, പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം അത് അതിനുള്ള മൈക്രോസ്റ്റേറ്റുകളിൽ നിന്ന് ഓരോ മൈക്രോസ്റ്റേറ്റിൽ നിന്ന് അടുത്ത മൈക്രോസ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമുക്ക് ഒരു വിത്തിൻ എ റീസണബിൾ സ്പാൻ ഓഫ് ടൈം, റീസണബിൾ സ്പാൻ ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ പറഞ്ഞു സെക്കൻഡ്സോ ഒന്നും വരില്ല, അതിനേക്കാളും വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ ഈവൻ ഒരു മില്ലി സെക്കൻഡ്സിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഈ സിസ്റ്റം അതിന് ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ മൈക്രോസ്റ്റേറ്റുകളിലൂടെയും പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളൊരു ടൈം ഒരു ഈവൻ ഒരു 1 or 2 സെക്കൻഡ്സ് എടുത്തു. ഈ 1 or 2 സെക്കൻഡ്സിൽ ഈ സിസ്റ്റത്തിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ മൈക്രോസ്റ്റേറ്റിലൂടെ പോയോ ആ മൈക്രോസ്റ്റേറ്റുകളുടെ ഒക്കെ ബിഹേവിയറിൻ്റെ ഒരു ആവറേജ് നേച്ചർ ആയിരിക്കും ആ സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം വിൽ ബി ദ ആവറേജ്ഡ് ബിഹേവിയർ ഓഫ് ദ വെറൈറ്റി ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദ സിസ്റ്റം പാസസ്. എല്ലാ മൈക്രോസ്റ്റേറ്റുകളും ഒന്നല്ല, നമ്മൾ പറഞ്ഞു ഒക്കെ എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റ്സ് ആണ്. ഈ ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റിൻ്റെ ബിഹേവിയറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഏതൊക്കെ ഡിഫറെൻറ്റ് മൈക്രോസ്റ്റേറ്റുകളിലൂടെ ഈ സിസ്റ്റം പാസ് ചെയ്തോ ആ മൈക്രോസ്റ്റേറ്റുകളുടെയൊക്കെ ബിഹേവിയറിൻ്റെ ഒരു ആവറേജ് ആണ് ഈ സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെയൊക്കെ പോയി നോക്കുക, അതിൻ്റെയൊക്കെ ടൈം ആവറേജ് എടുക്കുക, ആ ടൈം ആവറേജ് ബിഹേവിയർ ആയിരിക്കും ഈ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് സെക്കൻഡ്സ് എന്നല്ല മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് തന്നെ സിസ്റ്റം പല മൈക്രോസ്റ്റേറ്റുകളിലൂടെയും പോയി അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോസ്റ്റേറ്റുകളിലൂടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആവറേജ് ബിഹേവിയർ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കുക, അത് ഒരു സമയം എടുത്തു, ആ സമയത്തിനുള്ളിൽ എത്ര മൈക്രോസ്റ്റേറ്റുകളിലൂടെയൊക്കെ പോയി അതിൻ്റെ ടൈം ആവറേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എൻസംബിൾ തിയറിയുടെ ബേസിക്സ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഗിവൺ സ്പാൻ ഓഫ് ടൈമിൽ ഒരു സിസ്റ്റത്തിന് കുറേ അധികം മൈക്രോസ്റ്റേറ്റുകളിലൂടെ പോകാൻ സാധിക്കുന്നു അല്ലേ. പ്രോബ്ലി അതിന് ആക്സസിബിൾ ആയിട്ട് എല്ലാ മൈക്രോസ്റ്റേറ്റുകളിലൂടെയും അതിന് ഒരു റീസണബിൾ സ്പാൻ ഓഫ് ടൈമിൽ മൂവ് ചെയ്യാൻ സാധിക്കും
ഈ സ്പാൻ ഓഫ് ടൈം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു 1 or 2 seconds എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ സിസ്റ്റം അതിന് പോകാവുന്ന എല്ലാ മൈക്രോ സ്റ്റേറ്റുകളിലൂടെയും പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക, ഇത് ഏതൊക്കെ മൈക്രോ സ്റ്റേറ്റുകളിലൂടെ പോയോ ആ സ്റ്റേറ്റുകളുടെയൊക്കെ ഒരു ആവറേജ് ബിഹേവിയർ ആയിരിക്കും ഈ സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്, ടൈം ആവറേജ് ആണ് എടുക്കുന്നത്. കാരണം ഒരു 1 or 2 seconds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടൈമിനുള്ളിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ടൈം ആവറേജ് ബിഹേവിയർ ആണ് എടുക്കുന്നത് അല്ലേ. നമുക്കിത് തന്നെ മറ്റൊരു തരത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഫസ്റ്റത്തെ ഒരു ബ്ലൂ സ്ക്വയറിൽ നമ്മൾ മാക്രോ സ്റ്റേറ്റ് എന്ന് എഴുതി, നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് 10 എന്ന് എഴുതി അല്ലേ. ഇവിടെ ഒരു സിസ്റ്റമാണ് നമ്മളെടുത്തത്. ഒരു സിസ്റ്റം ഒരു 1 or 2 അല്ലെങ്കിൽ വളരെ ഒരു 1 millisecond എല്ലാ എത്ര മൈക്രോ സ്റ്റേറ്റുകളിലൂടെ പോയി എന്ന് നോക്കി 10 നമ്മൾ കണ്ടു. 10 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. ആക്ച്വൽ കണ്ടീഷൻസിൽ വളരെ വലിയ നമ്പറാണ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് വരെ കേട്ടോ. 10 ഒക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 10 മൈക്രോ സ്റ്റേറ്റിലൂടെ പോയി എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കിയപ്പോൾ എന്ത് പറഞ്ഞു, ഈ 10 മൈക്രോ സ്റ്റേറ്റുകളുടെയും ബിഹേവിയറിൻ്റെ ആവറേജ് എടുത്തു, ടൈം ആവറേജ് എടുത്തു. എന്നിട്ട് അതാണ് ആ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും. ഇതേ കാര്യം തന്നെ നമ്മൾ ഒറ്റ സെക്കൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ഇൻസ്റ്റൻറ്റിൽ. ഒറ്റ സെക്കൻഡ് എന്നല്ല പറയുന്നത്, ഒറ്റ ഇൻസ്റ്റൻറ്റ്. കാരണം സെക്കൻഡ് തന്നെ ഇവിടെ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ഇൻസ്റ്റൻറ്റിൽ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫിസിക്കൽ സിസ്റ്റം, ഈ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ മെൻ്റൽ കോപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിട്ടുള്ള കോപ്പികൾ എടുക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറോക്സ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എക്സാക്ട്ലി നമ്മൾ എന്താണോ ഉള്ളത് അതേ സാധനത്തിൻ്റെ തന്നെ മെൻ്റൽ കോപ്പീസ്, എല്ലാ ബിഹേവിയറും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മെൻ്റൽ കോപ്പീസ് എടുക്കും. എത്ര കോപ്പി എടുക്കണം? 10 കോപ്പി എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, ഈ 10 കോപ്പിയും ഈ 10 ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ്സ് നമ്മൾ രണ്ടാമത് കൊടുത്തിട്ടുള്ള ഒരു ഫിഗറിൽ നോക്കുക, 10 ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ്സ് നമ്മൾ കാണാം അല്ലേ. VE എന്ന് കോമൺ ആണ് എല്ലാത്തിലും. മൈക്രോ സ്റ്റേറ്റ് 1, 2, 3, 4 അങ്ങനെ പറഞ്ഞിട്ട് 10 ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ് കാണാം അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ സിസ്റ്റത്തിന് ഫിസിക്കൽ സിസ്റ്റം ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫിസിക്കൽ സിസ്റ്റമാണ്. അത് ഒരു റീസണബിൾ സ്പാൻ ഓഫ് ടൈമിൽ 10 മൈക്രോ സ്റ്റേറ്റിലൂടെ പോയി അതിൻ്റെ ബിഹേവിയർ നമ്മൾ മെഷർ ചെയ്തു. ഒരു സ്പാൻ ഓഫ് ടൈം എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സിസ്റ്റത്തിൻ്റെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മെൻ്റൽ കോപ്പീസ് നമ്മൾ മേക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ കോപ്പീസിനെ മുഴുവൻ ഓരോ ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റിലൂടെ, ഈ നേരത്തെ ഒരു 1 millisecond കൊണ്ട് എത്ര മൈക്രോ സ്റ്റേറ്റിൽ പോകാൻ സാധിച്ചോ, അത് ഏതൊക്കെ മൈക്രോ സ്റ്റേറ്റിലൂടെ പോയോ അതേ മൈക്രോ സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു, ഈ സിസ്റ്റത്തിൻ്റെയൊക്കെ കോപ്പീനെ ഉപയോഗിച്ചു. ഒരു സിസ്റ്റത്തിൽ മൈക്രോ സ്റ്റേറ്റ് 1 കൊണ്ടുവച്ചു, ഒരെണ്ണത്തിൽ 2 കൊണ്ടുവച്ചു, അങ്ങനെ 10 സീറ്റുകളിൽ ഓരോരുത്തരെ കൊണ്ടുവച്ചു. എന്നിട്ട് ഒറ്റ ഇൻസ്റ്റൻറ്റിൽ ഇതിൻ്റെ ബിഹേവിയർ മെഷർ ചെയ്തു. ഓക്കെ, അങ്ങനെ മെഷർ ചെയ്യുന്നതാണ് എൻസംബിൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊസീജിയറാണ് എൻസംബിൾ ആവറേജിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുന്ന ബിഹേവിയറും ഈ 10 സ്റ്റേറ്റിലെയും 10 ആൾക്കാരെ വെച്ചിട്ട്, 10 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെ വെച്ചിട്ട് അവരുടെ ആവറേജ് ബിഹേവിയർ നോക്കിയാലും ഒരു 2 സെക്കൻഡ് എടുത്തിട്ട് ഇത് 10 മൈക്രോ സ്റ്റേറ്റിലൂടെ പോകുന്ന ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെ പോയി എന്നുള്ളതിൻ്റെ ആവറേജ് ബിഹേവിയർ എടുത്ത് നോക്കിയാലും നമുക്ക് കിട്ടുക എന്തായിരിക്കും, സെയിം റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു റീസണബിൾ സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ടൈം ആവറേജ് എടുക്കുന്നതും ഒരു മൈക്രോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിന് അത് ഏതൊക്കെ മൈക്രോ സ്റ്റേറ്റിലൂടെ പോകുന്നു എന്ന് നോക്കി അതിൻ്റെ ടൈം ആവറേജ് എടുക്കുന്നതിന് പകരം അതേ സിസ്റ്റത്തിൻ്റെ മെൻ്റൽ കോപ്പീസ് ഉണ്ടാക്കിയിട്ട് അതിന് ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ മൈക്രോ സ്റ്റേറ്റിലും കൊണ്ടുവച്ചതിന് ശേഷം ഒറ്റ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ ബിഹേവിയർ എടുക്കുന്നതും ആവറേജ് ബിഹേവിയർ എടുക്കുന്നതും എന്തായിരിക്കും, ഐഡൻറ്റിക്കൽ റിസൾട്ടിലേക്ക് മൂവ് ചെയ്യും. So average behavior of the system in the these number of different microstates would be identical with time average behavior of the given system. Like ഒരു ടൈം ആവറേജ് ബിഹേവിയറും ഒരാളുടെ 10 കോപ്പി എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ബിഹേവിയർ എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പറഞ്ഞു ഈ 10 കോപ്പി അല്ലേ, 10 കോപ്പീസ്. ഈ 10 കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോ സ്റ്റേറ്റ്സ് ആണ്.
അല്ലേ? ഡിസ്റ്റിങ് മൈക്രോ സ്റ്റേറ്റിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ആൾക്കാരാണ്. ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ തന്നെ 10 കോപ്പീസാണ്. ഓക്കെ, ഈ 10 കോപ്പീസിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാം മെൻ്റൽ കോപ്പീസാണ്, ഐഡൻറ്റിക്കലാണ്, ബിഹേവിയർ ഐഡൻറ്റിക്കലാണ് അല്ലേ? സോ ഈ ലാർജ് നമ്പർ ഓഫ് മെൻ്റൽ കോപ്പീസ് ഓഫ് ദ സിസ്റ്റം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മളിപ്പോൾ 10 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ നമ്പറാണെന്ന് പറഞ്ഞത് എക്സാമ്പിളിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആക്ച്വൽ കണ്ടീഷനിൽ ലാർജ് നമ്പർ ഓഫ് മെൻ്റൽ കോപ്പീസ് ഓഫ് ദ സിസ്റ്റം ഉണ്ട്. ഈ ലാർജ് നമ്പർ ഓഫ് മെൻ്റൽ കോപ്പീസ് ഓഫ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻസംബിൾ. ഓക്കെ, സോ എൻസംബിൾ എന്ന് പറയുന്നത് ഒരു ഐഡിയലൈസ്ഡ് കോൺസെപ്റ്റാണ്, തിയററ്റിക്കലായിട്ട് മാത്രം പറയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മെൻ്റൽ കോപ്പീസ് ഓഫ് എ പർട്ടിക്കുലർ ഫിസിക്കൽ സിസ്റ്റം. ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ലാർജ് നമ്പർ ഓഫ് മെൻ്റൽ കോപ്പീസിനെ വിളിക്കുന്ന പേരാണ് എൻസംബിൾ. ആൻഡ് ദേ ആർ all are considered at once. എല്ലാവരെയും ഒറ്റ ഇൻസ്റ്റൻറ്റിൽ എല്ലാവരെയും ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരാളുടെ കഴിഞ്ഞിട്ട് അടുത്ത ആളുടേതല്ല. എല്ലാ ആൾക്കാരെയും കൺസിഡേർഡ് ഓൾ അറ്റ് വൺസ്. അതാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു എൻസംബിൾ എന്ന് പറയുന്നത്. എൻസംബിൾ എന്താണെന്നുള്ളത്, എൻസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സിസ്റ്റത്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ അതേ പ്രോപ്പർട്ടി ഉള്ള ബിഹേവിയേഴ്സ് ഉള്ള മെൻ്റൽ കോപ്പീസിനെയാണ് എൻസംബിൾ എന്ന് പറയുക. ഇതിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒറ്റ ഇൻസ്റ്റൻറ്റ് അല്ല, ഓൾ ഓഫ് ദം ആർ കൺസിഡേർഡ് അറ്റ് വൺസ്. ഓക്കെ, കൺസിഡേർഡ് ഓൾ ഓഫ് ദം അറ്റ് വൺസ്, അതാണ് എൻസംബിളിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ എൻസംബിൾ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റുകളുണ്ടോ അത്രയും മൈക്രോ സ്റ്റേറ്റുകളിലേക്ക് വയ്ക്കാൻ എത്ര മെൻ്റൽ കോപ്പീസ് വേണോ അത്രയും കോപ്പീസ് ഉണ്ടാക്കുക, എന്നിട്ട് അത്രയും ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റിൽ കൊണ്ടുവയ്ക്കുക, അതിനെ എല്ലാവരെയും ഒറ്റ ഇൻസ്റ്റൻറ്റിൽ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ബിഹേവിയർ എന്ന് ആവറേജ് ബിഹേവിയർ എടുക്കുക, അതാണ് എൻസംബിൾ ആവറേജ്. ആ എൻസംബിൾ ആവറേജും ടൈം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒറ്റ സിസ്റ്റത്തിന് മാത്രം എടുക്കുക, എന്നിട്ട് ആ സിസ്റ്റത്തിനെ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റുകളിലൂടെ ഒരു കൺസിഡറബിൾ സ്പാൻ ഓഫ് ടൈമിൽ ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റുകളിലൂടെയൊക്കെ പാസ് ചെയ്യിക്കുക, എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക. അപ്പോൾ രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഐഡൻറ്റിക്കൽ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, ഇതാണ് എൻസംബിൾ എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്.